നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇതേ സുഖമായിട്ടിരിക്കുക കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നൊരു ഹൗസ് വാമിംഗ് ഇൻവിറ്റേഷൻ വന്നു. അന്നേരം അവർക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോവാണേ. അപ്പോൾ ഇന്നൊരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പിംഗ് വ്ളോഗാണ് വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിഫ്റ്റ് ഷോപ്പിങ്ങിന് പോകുന്നത് ഞാനും അയനും അച്ഛയും കൂടിയാണ് കേട്ടോ. ഇവിടെ മഴയുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണോ എന്നറിയാല, പല സ്ഥലങ്ങളിലും പോസ്റ്റേലൊന്നും ലൈറ്റ് ഇല്ല കേട്ടോ. മഴയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ലേറ്റായിട്ട് ഇറങ്ങിയെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ 3 ആളിവിടെ ഷോപ്പിങ്ങിന് പോയാൽ ഇത് തന്നെയാണ്, എപ്പോഴും ലേറ്റായി പോകും കേട്ടോ. മിക്കവാറും എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 9 o'clock 9:30 ആയിരിക്കത്തില്ലേ. ഞങ്ങൾ ഷോപ്പിൽ എത്തുന്ന സമയം എന്ന് പറയുന്നത് 8:30 കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഓടിച്ചാടിയാണ് കേട്ടോ ഷോപ്പ് ചെയ്യുന്നത്. ആ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സാധനങ്ങളുമായിട്ട് ബില്ലിംഗ് കൗണ്ടറിലേക്ക് എത്തുമ്പോൾ അവരുടെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന കറക്റ്റ് ടൈമാകും. ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇത് മാറ്റണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. സ്ഥിരം പിന്നെ ഞാൻ കേൾക്കുന്ന ഒരു പരാതിയും ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ ലേറ്റ് ആകുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ പരാതി ഏറെക്കുറെ ശരിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നതെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങും. കാരണം എനിക്കറിയാമല്ലോ ഞാൻ കുറച്ച് പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. അപ്പോൾ ലേറ്റ് ആകാതെ അവിടെ എത്തണമല്ലോ. പക്ഷേ അച്ഛയാണ് വരുന്നതെങ്കിൽ എനിക്കാ പ്രശ്നമില്ല. എത്ര ലേറ്റായിട്ട് ഇറങ്ങിയാലും കറക്റ്റ് ടൈമിന് അച്ഛൻ വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കുമല്ലോ. അതാന്ന് തോന്നുന്നു ഞാൻ ലേറ്റായി പോകുന്നത്. എന്തായാലും അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഷോപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്. എന്നെ ആര് ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്താലും, ഞങ്ങളെ ആര് ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്താലും ഞാൻ ഇവിടെ നിന്നാണ് ഷോപ്പ് ചെയ്യാറ്. ഷോപ്പിൻ്റെ പേര് സ്റ്റോറി ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഷോപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതെ, ഞാൻ എല്ലാവർക്കും ലൈവ് പ്ലാന്റ്സ് ആണ് ഗിഫ്റ്റ് ചെയ്യാറ് കേട്ടോ. ഈ ഷോപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡോർ പ്ലാന്റ്സിലായിരിക്കും. പിന്നെ ചെറിയ ലൈറ്റ് ഷെയ്ഡിലൊക്കെ, അതായത് ബാൽക്കണിയിലൊന്നും വലിയ വെയിലടിക്കുകയല്ലോ, അവിടെയൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഉണ്ട്. പിന്നെയുള്ളത് നിറയെ സെറാമിക് പോട്ട്സാണ്, സിമെൻറ്റ് പോട്ട്സും ഉണ്ട്. ഇത് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പല പല ഡിസൈനിലും ഷേപ്പിലും ഒക്കെ ഉള്ള നിറയെ പോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. സിമെൻറ്റ് പോട്ട്സ് കമ്പയർ ടു സെറാമിക് പോട്ട്സ് ഒരിച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും കേട്ടോ. പക്ഷേ കണ്ടാൽ അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റുകയില്ല. സിമെൻറ്റ് പോട്ട്സ് കുറച്ച് വലിയതാണ് കേട്ടോ. ഒരു 3000 4000 10,000 മേളിലുള്ള പോട്ട്സുകളാണ്. പിന്നെ ഇവരുടെ പോട്ട്സുകൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോളൂ, പിന്നീട് അത് മേടിക്കാമെന്ന് കരുതി വന്നാൽ കിട്ടുകയില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇവർ എപ്പോഴും സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെ ഞാൻ പഴയ സ്റ്റോക്കുകളിൽ മേടിച്ചിട്ടുള്ളതൊന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഇവിടെ അച്ചയുടെ കൂടെ വരുന്നതാണ് കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വേറൊന്നുമല്ല, അച്ഛ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ പോട്ട്സും നോക്കി നോക്കി നടക്കുവേ. അപ്പോൾ എന്തോ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ പോട്ട്സ് ആണെങ്കിലും അച്ഛൻ മേടിച്ച് തരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ ഞാൻ ആകെ ഒരു പോട്ടേ മേടിക്കത്തുള്ളൂ. എക്സ്ട്രാ മേടിക്കുന്നത് ഒരു പോട്ടായിരിക്കും. ഗിഫ്റ്റ് ചെയ്യാനുള്ള എന്തായാലും ഒരു പോട്ട് മേടിക്കും. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രാ പോട്ടും കൊണ്ടേ പോകാറുള്ളേ. അച്ഛയുടെ കൂടെ വന്നാൽ അത് 1 2 3 4 ഒക്കെ ആയിട്ട് കിട്ടും. അതുകൊണ്ട് എനിക്കിവിടെ അച്ഛയുടെ കൂടെ വരുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ഈ പ്ലാന്റ്സ് ഗിഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അവരെ വിഷ് ചെയ്യുന്നത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെറിറ്റിയാണ്. വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണല്ലോ ജീവിതത്തിൽ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയും സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് പ്ലാന്റ്സ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ 2 പ്ലാന്റും 2 പോട്ടുമായിട്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. CC പ്ലാന്റാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ ഇച്ചിരി വെള്ളം മതി, കുറച്ച് നേരം വല്ലപ്പോഴും ഒന്ന് വെയിൽ കാണിച്ചാലും മതിയല്ലോ. പിന്നെ ഈ പ്ലാന്റ്സ് ഞാൻ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അത് മേടിക്കുന്നവർക്ക്
ഒത്തിരി സന്തോഷമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് ഇതുപോലെ മാറ്റി പ്ലാൻസ് ഒക്കെ ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പം മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. സീ യു ദെൻ. ബൈ.